ഇന്ന് മുഖ്യമന്ത്രി നിലമ്പൂരിലേക്ക് എത്തുന്നു എന്നതാണ് നിലമ്പൂരിൽ LDF ക്യാമ്പിനെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത്. ഇനിയുള്ള 2-3 ദിവസം എല്ലാ പഞ്ചായത്തുകളിലും നഗരസഭയിലും നിലമ്പൂർ നഗരസഭയിലും മുഖ്യമന്ത്രി പ്രചരണത്തിനായി എത്തും. സ്വാഭാവികമായും LDF ക്യാമ്പിന് അത് നൽകുന്ന ആത്മവിശ്വാസം ചെറുതല്ല. വലിയ തോതിൽ നമുക്കറിയാം, തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ്റെ എന്ന് നമ്മൾ കണ്ടതാണ്. മുഖ്യമന്ത്രിയെ കാണാനും കേൾക്കാനുമായി അങ്ങോട്ടേക്ക് ഒഴുകിയെത്തിയ ജനസഞ്ചയം. ആ രീതിയിൽ ഇന്നും മുഖ്യമന്ത്രി എത്തുമ്പോൾ പഞ്ചായത്തുകളിൽ കൺവെൻഷനിൽ നടക്കുന്ന ഇടങ്ങളിലൊക്കെ വലിയ തോതിൽ ജനമെത്തുമെന്ന് തന്നെയാണ് LDFന്റെ പ്രതീക്ഷ, ആത്മവിശ്വാസം. ആ പ്രതീക്ഷ നിറവേറ്റുന്ന രീതിയിലുള്ള വലിയ സ്വീകാര്യത അവിടെ എം സ്വരാജിന് കിട്ടിക്കൊണ്ടിരിക്കുന്നു എന്നതാണ് നമുക്ക് അതുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്. അക്ഷരാർത്ഥത്തിൽ നിലമ്പൂരിന്റെ ഹൃദയവും മനസ്സും കീഴടക്കുന്ന എം സ്വരാജിനെ നമുക്ക് കാണാൻ കഴിയുന്നു. ഇന്നത്തെ തെരഞ്ഞെടുപ്പ് വിശേഷങ്ങളിലേക്ക് കടക്കുകയാണ്. നിലമ്പൂരിൽ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ ആവേശമായി മുഖ്യമന്ത്രി ഇന്നെത്തുന്നു. 3 ദിവസങ്ങളിലായി വിവിധ പഞ്ചായത്ത് റാലികൾ മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്യും. നിലമ്പൂരിന് ആവേശം പകർന്ന് 2ാം തവണയാണ് മുഖ്യമന്ത്രി മണ്ഡലത്തിലെത്തുന്നത്. വൈകുന്നേരം 4 മണിക്ക് ചുങ്കത്തറയിലാണ് ആദ്യ പരിപാടി. 5 മണിക്ക് മൂത്തേടം പഞ്ചായത്ത് റാലിയും മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്യും. 14, 15 തീയതികളിൽ എടക്കര, അമരമ്പലം, കരുളായി, വഴിക്കടവ്, പോത്തുകൽ എന്നീ പഞ്ചായത്ത് റാലികളിലും മുഖ്യമന്ത്രി പങ്കെടുക്കും. CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ മാഷ്, പോളിറ്റ് ബ്യൂറോ അംഗം A വിജയരാഘവൻ, മന്ത്രിമാരായ KN ബാലഗോപാൽ, MB രാജേഷ്, P രാജീവ്, K രാജൻ, OR കേളു, V അബ്ദുറഹ്മാൻ, കടന്നപ്പള്ളി രാമചന്ദ്രൻ എന്നിങ്ങനെ വിവിധ മന്ത്രിമാരും പ്രചരണത്തിന്റെ ഭാഗമാകും. LDF സർക്കാരിന്റെ ഭരണത്തിൽ സംസ്ഥാനത്തും നിലമ്പൂരിലുമുണ്ടായ വികസന നേട്ടങ്ങളെ ഉയർത്തിക്കാട്ടിയാണ് LDFന്റെ പ്രചരണം. സ്ഥാനാർത്ഥി എം സ്വരാജിന്റെ ജനസ്വീകാര്യതയും ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുന്നു. കൈരളി ന്യൂസ്, നിലമ്പൂർ.